السلام عليكم ورحمة الله وبركاته. الحمد لله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولناظم هذه القصيدة ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അൽഹംദുലില്ലാഹ്. നമുക്ക് അല്പം ഏതാനും 134 ബൈത്തുകൾ നമ്മൾ ചൊല്ലി. ഇനി 135 മുതൽക്ക് 160 വരെയുള്ള ബൈത്തുകളാണ് ബാക്കിയുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നടത്തിയ ശക്തമായ ജിഹാദുകളും അതിൽ അത്ഭുതകരമായി അവർക്ക് ലഭിച്ച ലോകത്തു തന്നെ തുല്യതയില്ലാത്ത മഹത്തായ വിജയവും നേട്ടവുമാണ്. ഇങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത വിജയവും നേട്ടവും സഹാബാക്കിറാമുകൾക്ക് ലഭിക്കാനുണ്ടായ കാരണം അതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തും ആ മഹത്തായ സാന്നിധ്യവും ആണ് എന്നാണ് തുടർന്ന് മഹാനവറുകൾ ഇനി പറയുന്നത്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദ് ബെയ്ത്തൊന്ന് ചൊല്ലും. അതിന് ശേഷം നമുക്ക് വിവരണത്തിലേക്ക് കടന്നു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. طارت قلوب العدا من بأسهم فرقا فما تفرق بين البهم والبوهم. ومن تكن برسول لله نصرته إن تلقاه الأسد في عجابها تجمي. ولن ترى من ولي غير منتصر به ولا من عدو من غير منقصب. أحل أمته في حرز ملته كالليث حل مع الأشبال في آجمي. كم جدلت كلمات الله من جادلي فيه وكم خاصم البرهان من خاصمي. كفاك بالعلم في أمي معجزة في الجاهلية وتأديبي في اليتم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ഹഖ് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആ ഹബീബിന്റെ നളറത്തും മദതും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തമ്പുരാൻ നമ്മളെല്ലാവരെയും ആക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. തോറത്ത് ഖുലൂബുൽ ഇദ ഇന്നലെ പറഞ്ഞു പോയി, എന്നാലും ആട്ടെ. തോറത്ത് ഖുലൂബുൽ ഇദ, ശത്രുക്കളുടെ ഹൃദയങ്ങൾ പെടഞ്ഞുപോയി. തോറാൻ തന്നെ പറക്കുക എന്നുള്ള അർത്ഥത്തിനല്ല, അത് അസ്വസ്ഥമായി. ഫറക്കൻ, ഭയത്താൽ അസ്വസ്ഥമായി, കൽബിങ്ങനെ പെടക്കുന്നതായി തീർന്നു. എന്ത് കാരണം? മിംബസിഹിം, മഹാന്മാരായ സ്വഹാബാ കിറാമുകളുടെ അതിശക്തവും ധീരവുമായ ആ മുന്നേറ്റത്താൽ ശത്രു ഹൃദയങ്ങളെല്ലാം പേടിച്ച് കിടിലം കൊള്ളുന്നതായി തീർന്നു. അതുകൊണ്ട് തന്നെ ഫമാ തുഫരിഖു, ശത്രുക്കൾക്ക് വേർതിരിച്ചറിയാതായി പോയി. ബൈനൽ ബഹ്മി, ആട്ടിൻകൂട്ടങ്ങളുടെയും വൽ ബുഹമി, വീരശൂര പരാക്രമികളായ പടയാളികൾക്കിടയിലും. പട്ടാളക്കാരുടെ സംഘമാണോ വരുന്നത്, ആട്ടിൻപറ്റമാണോ വരുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ, ആട്ടിൻപറ്റങ്ങളെ കണ്ടാൽ പോലും ഭയന്നോടുന്ന ഒരു അവസ്ഥയിലേക്ക് ശത്രുക്കളുടെ മാനസികാവസ്ഥ എത്തിപ്പോയി. എന്താണ് അതിന്റെ കാരണം? അതിനാ പറയുന്നത്, വമൻ തക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. അത് ഈ ശത്രുക്കളുടെ കഴിവില്ലായ്മയല്ല, അവർ നിസ്സാരന്മാരായതുകൊണ്ടല്ല, അവരുടെ അംഗബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ സൈനിക പരിശീലനം കൊണ്ടോ അവർ പിന്നിലായതുകൊണ്ടുമല്ല, മറിച്ച് ഹബീബ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. അതാണ് അതിന്റെ കാരണം. അതാ വമൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, തക്കുൻ നുസ്റത്തുഹു, അവന് സഹായം ലഭിക്കുന്നതായി കഴിഞ്ഞാൽ, ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഏതെങ്കിലും ഒരാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞാൽ, അതാ എല്ലാ സഹായങ്ങളുടെയും ഉടമക്കാരൻ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നവനാണല്ലോ മുഅ്മിൻ, അതിലാർക്കും ഒരു തർക്കമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം സൃഷ്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ്, അതിന് അള്ളാഹു തആല നിയോഗിച്ച ആളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് തന്നെ പറയുന്നത് കാണാം, വല്ലാഹുൽ മുഅ്തി വ അനൽ ഖാസിം. എല്ലാം കൊടുക്കുന്ന സഹായങ്ങളും സംരക്ഷണങ്ങളും എല്ലാം കൊടുക്കുന്ന ഉടമക്കാരൻ അള്ളാഹുവാണ്. പക്ഷേ അനൽ ഖാസിം, അത് ആർക്കൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ വേണമെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് അത് വീതിച്ചു കൊടുക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഒരുത്തന്റെ നുസ്റത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലഭിക്കുന്ന സഹായം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ആയിക്കഴിഞ്ഞാൽ, ആ തിരുദൂതരുടെ കയ്യിലായി, മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഒരാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാവും? ഇൻ തൽഖഹു, അങ്ങനെയുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിച്ച ഒരാളെ കണ്ടെത്തിയാൽ, അൽ ഉസുദു, സിംഹങ്ങൾ എവിടെ കണ്ടെത്തി? ഫി ആജാമിഹ, അവയുടെ വനങ്ങളിൽ. അതായത് സിംഹം വസിക്കുന്ന, അവ താമസിക്കുന്ന കാട്ടിൽ, വനപ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി എത്തിപ്പെട്ടു. ആര്? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടെ നിന്നുള്ള സഹായം നേരിട്ട് ലഭിക്കുന്ന ഒരു വ്യക്തി സിംഹത്തെ അതിനെ കാട്ടിൽ പോയി നേരിൽ കണ്ടാൽ പോലും തെജിമി, അത് നിശബ്ദമായി അടങ്ങി ഒതുങ്ങി നിൽക്കും. സാധാരണ ശത്രുവിനെ കണ്ടാൽ ഗർജിക്കുന്ന ജീവിയാണ് സിംഹം. അത് തന്നെ അവയുടെ സ്വന്തം ആവാസ കേന്ദ്രമാവുന്ന വനാന്തർഭാഗത്ത് ചെന്ന് കണ്ടാൽ തന്റെ ആവാസ കേന്ദ്രത്തിലേക്ക് ഒരു ശത്രു കടന്നു വരുമ്പം അതിനെ പ്രതിരോധിക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് ഗർജിച്ച് എടുത്തു ചാടും സിംഹം. എന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ആ തങ്ങളിൽ നിന്നിട്ടുള്ള മദത്, അവിടത്തെ നദറത്തുമാവുന്ന സഹായം ലഭിച്ച ആളുകൾ, അങ്ങനെയുള്ള സിംഹങ്ങൾ വസിക്കുന്ന വനാന്തർഭാഗത്ത് ചെന്നാൽ നിശബ്ദരായി പേടിച്ചടങ്ങി അവ തല താഴ്ത്തി മിണ്ടാതിരിക്കും. തെജ്മീ എന്ന് പറഞ്ഞാൽ നിശബ്ദരായി, ഗർജിക്കാനോ എടുത്തു ചാടാനോ ഒന്നും തയ്യാറാവാതെ വളരെ ശാന്തരായി അടങ്ങി ഒതുങ്ങിയിരിക്കും. ഏത് ഈറ്റപ്പുലിയെയും ഒതുക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ സഹായം ലഭിച്ച ആളുകൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ ശത്രുക്കൾ സ്വഹാബാ കിറാമുകളെ മുന്നിൽ ഈ നിലക്ക് പരാജയപ്പെടുകയും പരിഭ്രമിച്ച് ആട്ടിൻ പറ്റത്തെ കണ്ടാൽ പോലും പേടിച്ചോടുമാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയത് അവരുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് ഈ സ്വഹാബാ കിറാമുകൾ മുഴുവനും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടുള്ള നുസ്രത്ത് ലഭിച്ചവരാ. അത് കാട്ടിലെ ഈറ്റപ്പുലി പോലും കാട്ടിൽ കയറി ചെല്ലുന്നവന്റെ മുന്നിൽ പത്തിയടക്കി തല താഴ്ത്തി നിശബ്ദരായിരിക്കാൻ മാത്രം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുസ്രത്തിന് ആധിപത്യമുണ്ടെങ്കിൽ മറ്റു മനുഷ്യരുടെ കഥ പറയേണ്ടതില്ല. അപ്പൊ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കൊണ്ടും അവിടുത്തെ ബറക്കത്ത് കൊണ്ടും സഹായം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ. ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു, സഫീന എന്ന് പറഞ്ഞത് മഹാനവറുകളുടെ പേരല്ല, അതറിയാം, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ പേർഷ്യൻ പാരമ്പര്യമുള്ള ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മെഹ്റാൻ എന്ന, നമ്മളെ നാട്ടിലൊക്കെ ഇല്ലേ ബീരാൻ. ഈ ബീരാൻ എന്ന് പറയുന്ന പേര് യഥാർത്ഥത്തിൽ മെഹ്റാൻ എന്നതിൽ നിന്നിട്ട് വരുന്നതാ. മെഹ്റാൻ എന്ന പേരുള്ള സഹാബത്തുണ്ട്. ഇത് അറബി പേരല്ല ശരിക്ക്. മെഹ്റാൻ എന്നത് പാർസി നാമങ്ങളിൽപ്പെട്ട നാമമാണ്. ഈ മെഹ്റാൻ എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു പാർസി അടിമ, അവര് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹായുടെ ഭൃത്യനായിരുന്നു. അവര് ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ തന്റെ ഭൃത്യൻ മെഹ്റാനെ അടിമത്വത്തിൽ നിന്നിട്ട് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. പക്ഷേ അടിമത്വത്തിൽ നിന്നിട്ട് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കുമ്പോൾ മഹദി അവർകള് ഒരു നിബന്ധന വെച്ചു. മെഹ്റാൻ, നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്നിട്ട് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കുന്നുവെങ്കിലും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ മരണം വരെ ഖിദ്മത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ മഹാനായ മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങളത് എനിക്ക് നിബന്ധന വെക്കേണ്ട ആവശ്യമില്ല. നിബന്ധന വെച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ മരണം വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിലായി അവിടുത്തെ പാദസേവ ചെയ്യാൻ ഞാൻ എന്നും സന്നദ്ധനാണ്. അങ്ങനെ ഇത്ഖ് ചൊല്ലിയതിനു ശേഷവും മഹാനായ മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഒരു യാത്രാവേളയിൽ മഹാനായ മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു കാൽനടയാണ് പോണത്, വാഹനമില്ല. പക്ഷേ കാൽനടക്കാരായ ധാരാളം സഹാബികളുണ്ട്. അതിൽ നിന്നിട്ട് വൃദ്ധന്മാര്, ക്ഷീണിതര്, അവരൊക്കെ അവരുടെ സാധനങ്ങൾ, സാധാരണ യാത്രയിൽ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ വയസ്സായ ആൾക്ക് അയാൾ ക്ഷീണിച്ചെന്ന് കാണുമ്പോൾ മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു പറയും, അങ്ങോട്ടേക്ക് ഞാൻ അടുത്തോളാറ്. അദ്ദേഹത്തിൻ്റെ പുറമെ ഇത് ഒരാൾ രോഗിയാണ്, ക്ഷീണിച്ച് ഭാരം ചുമക്കാൻ കഴിയാതായി എടുക്കുന്നുണ്ട്, അത് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എടുക്കാറ്. അങ്ങനെ കുറെ ആളുകളുടേതായിട്ട് ഒരുപാട് ഭാരം അതും വഹിച്ച് നടക്കുന്നത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സന്തോഷത്തോട് പറഞ്ഞൊരു പേരാണ് മാ അൻത ഇല്ലാ സഫീന. മോനെ മെഹ്റാനെ, ഈ ഒരു കപ്പലല്ലാതൊന്നും അല്ലടാ, ഒരു കപ്പൽ വഹിക്കുന്നത് നിനക്ക് വഹിക്കാനാവും. അതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബർക്കത്തിന്റെ വാക്കാണ്. അങ്ങനെയാണ് അന്ന് മുതൽ പിന്നെ മെഹ്റാൻ എന്ന പേര് മാറ്റിയിട്ട് സഫീന എന്ന പേരിൽ മഹാനവറുകൾ പ്രസിദ്ധനാകുന്നത്. സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഷാമിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മഹാനായ സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു. മെഹ്റാൻ എന്ന യഥാർത്ഥ പേരുള്ള സഫീനത്ത് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന, പിൽക്കാലത്ത് ആ പേര് പോലും അറിയാതായി, സഫീന എന്ന് പറഞ്ഞെങ്കിലേ അറിയപ്പെടൂ. ആ നിലക്കായി, കാരണം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ടിട്ട പേരാണല്ലോ. അങ്ങനെ മഹാനായ സഫീന റളിയല്ലാഹു തആല അൻഹു യാത്രാ മധ്യേ വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയി. അങ്ങനെ ഒരു വനത്തിൽ പെട്ടുപോയി. വലിയ ഭീകര ജന്തുക്കളൊക്കെ ഉള്ള ഒരു വനത്തിലെത്തിപ്പെട്ടുപോയി.
അങ്ങനെ മഹാനവറുകള് എവിടേക്കാ പോകേണ്ടതെന്ന് അറിയില്ല, കൂട്ടുകാരായ ആളുകളൊക്കെ ഇതിലെ പോയി എന്നും അറിയില്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല. അങ്ങനെ ബേജാറായി ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പം കാണാം ഒരു വലിയ സിംഹം ഗർജിച്ചുകൊണ്ട് അടുത്തു വരുന്നു. കാരണം വനാന്തർ ഭാഗത്തേക്ക് കയറി വന്നാൽ സ്വാഭാവികമായും മനുഷ്യനെ കണ്ടാല് സിംഹം ഗർജിച്ചു ചാടും. പക്ഷേ അടുത്തേക്ക് വരുന്ന സിംഹത്തെ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മിഹ്റാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അബൽ ഹാരിസ് അന സഫീനത്തു മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബുൽ ഹാരിസ്, സിംഹത്തിന് അറബികൾ വിളിക്കുന്ന ഒരു ഓമന പേരാണ്. ഈ അബുൽ ഹാരിസ്, ഞാൻ നീ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല. ഞാൻ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി ജീവിച്ച സഫീന എന്ന് അവിടുന്ന് പേര് വെച്ച ആളാണ്. മഹാനവറുകൾ ആ വാക്ക് പറഞ്ഞതോ സത്യം. അതോടുകൂടി ഈ സിംഹം ഒരു വളർത്തു പട്ടിയെ പോലെ വാലാട്ടി അടുത്തു വന്ന് ഒരു സ്നേഹത്തിന് ശബ്ദം പുറപ്പെടുവിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ആ സിംഹം നടക്കുന്നു. സിംഹത്തെ അനുഗമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു നടക്കുന്നു. അങ്ങനെ ഈ പർവ്വതത്തിന്റെ മറുവശത്തേക്ക് മഹാനവറുകളെ നയിച്ചുകൊണ്ട് ഈ സിംഹം പോവുകയും മറുവശം കടന്ന് താഴ്വരയിലെത്തിയപ്പോ അതാ വരുന്നു ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമുകൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സൈന്യം. അവയെ നോക്കിക്കാണുന്ന ദൂരത്തെത്തിയപ്പം മഹാനായ സഫീന റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് വാലാട്ടി സിംഹം കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ഇതൊരു അനുഭവമാണ്. ഈ അനുഭവം മാത്രമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദതും നിദറത്തും ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വൻ കാട്ടിലും ഗർജിച്ച് ചാടുന്ന സിംഹം ഉൾപ്പെടെയുള്ള ഏത് വന്യജീവിയുടെ മുന്നിലും എത്തിപ്പെട്ടാൽ അവ നിശബ്ദരായി അടങ്ങി ഒതുങ്ങി നിൽക്കും. അത്രയും വലിയ മഹത്തായ സ്ഥാനം റഹ്മത്തുൽ ആലമീനായ ഹബീബിന്റെ സ്വഹാബത്താണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ശത്രുക്കൾ ഈ നിലക്ക് ആട്ടിൻ പറ്റങ്ങളെ കണ്ടാൽ പോലും പേടിച്ചോടുന്ന ഒരു പതനത്തിലേക്ക് എത്തിയത്. അല്ലാതെ ശത്രുക്കൾ ബലഹീനരായത് കൊണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. വലം തറാ മിൻ വലിയ്യിൻ ഗൈറ മുൻതസിരി ബിഹി വലാ മിൻ അദുവിൻ ഗൈറ മുൻഖസിമി. അതിന്റെ തന്നെ ഒരു വിശദീകരണം തന്നെയാണ്. അതായത് വലം തറ, തീർച്ചയായും നിനക്ക് കാണാൻ കഴിയില്ല, മിൻ വലിയ്യിൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലായത്ത് അംഗീകരിച്ച, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രക്ഷകനും സഹായിയും ആയി സ്വീകരിച്ച സത്യവിശ്വാസികളായ ഔലിയാക്കളിൽപ്പെട്ട ഒരാളെയും തന്നെ നിനക്ക് കാണാൻ കഴിയില്ല. ഗൈറ മുൻതസിരിൻ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സഹായം ലഭിച്ചിട്ടല്ലാതെ. ഹബീബിനെ പിന്തുടരുകയും ആ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുകയും അവിടുത്തെ മഹബത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വലിയ അദ്ദേഹത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സഹായം ലഭിച്ചിട്ടേ ഉണ്ടോ. സഹായം ലഭിക്കാതെ ഒരിക്കലും നിനക്ക് കാണാൻ കഴിയില്ല. അത് അവിടുത്തെ ജീവിതകാലത്തായാലും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് റഫീഖുൽ അലയിലേക്ക് നീങ്ങി ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമാണെങ്കിലും ശരി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കുകയും ആ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ഹബീബിന്റെ വിലായത്ത് ഏറ്റെടുത്ത അവിടത്തെ പ്രതിനിധികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസങ്ങളിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സഹായം ലഭിക്കും. അങ്ങനെ സഹായം ലഭിക്കാത്തവരായി ഒരിക്കലും ഒരു വലിയനെയും തന്നെ നിനക്ക് കാണാൻ കഴിയില്ല. അതേ രീതിയിൽ തന്നെ വലാ മിൻ അദുവിൻ, ഒരു ശത്രുവിനെയും തന്നെ നിനക്ക് കാണാൻ കഴിയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുക്കുകയും അവിടത്തെ ഇകഴ്ത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഏതൊരു ശത്രുവിനെയും നിനക്ക് തീർച്ചയായും കാണാൻ കഴിയില്ല. ഗൈറ മുൻഖസിമി, തകർക്കപ്പെട്ടിട്ടല്ലാതെ. മുൻഫസിമ് എന്ന് പറഞ്ഞാല് മുറിഞ്ഞോളന്നില്ല, പിരിയൊടഞ്ഞാ മതി. അതേസമയം മുൻഖസിമ് എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തി തകർന്ന്, അതായത് അവരെ നീക്കം ചെയ്യപ്പെടും എന്നർത്ഥം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവാകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹബീബിന്റെ ശത്രുവാണെന്ന് പറഞ്ഞോളന്നില്ല. അവരുടെ വിശ്വാസത്തിലൂടെ അവരുടെ വാക്കിലൂടെ ആ ഹബീബിനെ ഇകഴ്ത്തുകയും അവമതിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ
പെരുമാറുകയും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരക്കാർ തകർക്കപ്പെട്ടേ പോകൂ. ഈ ദുനിയാവിലും വരും, നാളെ ആഖിറത്തിലും വരും. ദുനിയാവിലും ആഖിറത്തിലുമുള്ള മഹാ തകർച്ച ആ ഹബീബിന്റെ ശത്രുവിന് വരാതിരിക്കില്ല തന്നെ. അതേ സമയത്ത് അവിടത്തെ വിലായത്ത് അംഗീകരിച്ച യഥാർത്ഥ മുത്തബിയാവുന്ന മുഹിബിന് ആ ഹബീബ് മുഖേന ഇഹത്തിലും പരത്തിലും സഹായം ലഭിക്കാതിരിക്കില്ല. അങ്ങനെ ഹബീബിന്റെ വിലായത്ത് അംഗീകരിച്ച ബഹുമാനപ്പെട്ട സഹാബത്തുകളിന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ലഭിച്ച സഹായം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ ഈ പരുവത്തിൽ പരാജയപ്പെടാൻ കാരണം എന്ന് ചുരുക്കം. അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി കല്ലൈസി വല്ല മഅൽ അശ്ബാലി ഫീ അജമി. അഹല്ല ഉമ്മത്തഹു, അഹല്ല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറക്കി ഉമ്മത്തഹു അവിടത്തെ ഉമ്മത്തുകളാവുന്ന മുഅ്മിനുകളെ. ഉമ്മത്ത് എന്ന രണ്ടർത്ഥത്തിലുണ്ട്. ഉമ്മത്തുൽ ഇജാബത്തും ഉണ്ട്, ഉമ്മത്തു ദഅവത്തും ഉണ്ട്. ഉമ്മത്തു ദഅവത്ത് എന്ന് പറഞ്ഞതിൽ കാഫിറും മുഅ്മിനും ഒക്കെ പെട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിസാലത്തും നബുവത്തും നൽകപ്പെട്ടത് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും ജിന്നുകളുമാണ് ഉമ്മത്തു ദഅവ. അതിൽ മുസ്ലിമും ഉണ്ടാവും കാഫിറും ഉണ്ടാവും, അവരല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലും നബിയുമായി അംഗീകരിച്ച് അള്ളാഹു ഒരുവനായിരിക്കുന്ന റബ്ബിൽ വിശ്വസിച്ച മോമിനീങ്ങളായ ആളുകൾ, അവരാണ് ഉമ്മത്തു ദഅവ ഇജാബ എന്ന് പറയുന്നത്. ഈ ഉമ്മത്തു ഇജാബ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യദീനിനെ സ്വീകരിച്ച അവിടത്തെ ഉമ്മത്തുകളെ അവിടുന്ന് ഇറക്കി. എവിടെ? ഫീ ഹിർസി മില്ലത്തിഹി, അവിടത്തെ സത്യദീനാകുന്ന ആ സുരക്ഷിത കേന്ദ്രത്തിൽ. ഹിർസിൽ കോട്ടക്കും ഹിർസ് എന്ന് പറയും. ഇനി ശത്രുവിന് ഒരു നിലക്കും കടന്നു വന്ന് തകർക്കാൻ കഴിയാത്ത സുരക്ഷിത മേഖല, ആർത്ഥത്തിനാണ് ഇവിടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന ആ ഹിർസ്, ദീനുൽ ഇസ്ലാമിനെ എന്താക്കിക്കുക? ഹിർസായിട്ട് സങ്കല്പിക്കുക. ആ മില്ലത്താവുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്താവുന്ന സുരക്ഷിത കേന്ദ്രത്തിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനെ ഇറക്കിയിരിക്കുന്നു. ഏതുപോലെ? കല്ലൈസി, ഒരു ഈറ്റപ്പുലിയെ പോലെ. പ്രസവിച്ച് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളുള്ള സിംഹം, അതിനാണ് ലൈസ് ലൈസ് എന്ന് പറയുന്നത്. ഈറ്റപ്പുലിയെ പോലെ. എങ്ങനെയുള്ള ഈറ്റപ്പുലിയാണ്? ഹല്ല, അത് ഇറങ്ങിയിരിക്കുന്നു. മൽ അശ്ബാലി, അതിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം. ഷിബിലി ഷിബിലി എന്ന് പറഞ്ഞാൽ സിംഹക്കുട്ടികൾക്ക് ഷിബിലി ഷിബിലി എന്ന് പറയാം. അങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഫി അജമി, അതിന്റെ കാട്ടിൽ. എന്ന് പറഞ്ഞാൽ കുട്ടികളെ കളിപ്പിക്കാനും അവക്ക് നേരം പോക്കിനും വേണ്ടിയിട്ട് ഗുഹയിൽ നിന്നിട്ട് പുറത്തിറങ്ങി കാട്ടിലിരിക്കും. ആ സമയത്ത് ഈറ്റപ്പുലി 4 ഭാഗത്തേക്കും ഒരേ സമയത്ത് വളരെ നിതാന്ത ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തിന്? തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ, അപകടപ്പെടുത്താൻ, അപായപ്പെടുത്താൻ ഏതെങ്കിലും ജീവികൾ ഏതെങ്കിലും നിലക്ക് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു സൂചന കിട്ടിയാൽ മതി, ആ ഭാഗത്തേക്ക് ഈറ്റപ്പുലി ഗർജിച്ച് ചാടും. എന്നതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാവുന്ന ആ സുരക്ഷിത കേന്ദ്രത്തിൽ ഒരു ഈറ്റപ്പുലി തന്റെ കുഞ്ഞുങ്ങളെ കാട്ടിൽ ഏത് നിലക്ക് ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നോ എന്നതുപോലെ ഇസ്ലാമാവുന്ന ഹിർസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഹബീബിന്റെ ഹിർസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ വരെ ദീനുൽ ഇസ്ലാമിനുള്ളത്. ആ വൃത്തത്തിൽ ഉൾക്കൊണ്ടവർക്കൊക്കെ ആ ഹബീബിന്റെ നദറത്തുണ്ടാവും, മദതുണ്ടാവും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള സംരക്ഷണം. ഇനി അതിന്റെ പുറമെ ഈ ഇസ്ലാമാവുന്ന മില്ലത്തിന് അതിനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നിട്ട് സംരക്ഷിച്ചു നിർത്താൻ വേണ്ടതായ ദൃഷ്ടാന്തങ്ങളും വിശുദ്ധ ഖുർആൻ ശരീഫും അതതിന്റെ പുറമേ തന്നിട്ടുണ്ട്. കം ജദ്ദലത് കലിമാത്തുല്ലാഹി മിൻ ജദലി ഫീഹി വകം ഹസമൽ ബുർഹാനു മിൻ ഹസിമി. കം ജദ്ദലത് കലിമാത്തുല്ലാഹി, കം ജദ്ദലത്ത്, എത്ര ആളുകളെയാണ് വാദപ്രതിവാദത്തിലൂടെ ന്യായവാദങ്ങളിലൂടെ നിശബ്ദരാക്കിയത്. ആര്? കലിമാത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ വചനങ്ങളാവുന്ന ഖുർആൻ ശരീഫ്. മിൻ ജദിലി എന്നാൽ അതിനെതിരിൽ മഹാതർക്കികന്മാരായ ആള്. ഖുർആനിനും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എതിരിൽ തർക്കിക്കാൻ വരുന്ന കൊടും താർക്കികരായ എത്രയെത്ര ആളുകളെയാണ്
അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാവുന്ന ഖുർആനു ഷരീഫ് വായടപ്പിച്ച് നിശബ്ദരാക്കി കളഞ്ഞത്. അങ്ങനെയല്ലോ വാദപ്രതിവാദത്തിന് ഉത്തരം മുട്ടി നിശബ്ദരായി പോകുമ്പോൾ ആ നിലക്ക് ഇസ്ലാം ദീനിനോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനോടും എതിരിടുന്ന കടുംതോർ തർക്കികരായിരിക്കുന്ന ശത്രുക്കളെ ഖുർആനു ഷരീഫിന്റെ അതിശക്തമായിരിക്കുന്ന ദൃഷ്ടാന്തം കൊണ്ട് അത് നിശബ്ദരാക്കി കളഞ്ഞിരിക്കുന്നു. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന്റെ പുറമെ ഈ വിശുദ്ധ ഖുർആനു ഷരീഫ് ആവുന്ന ഒരു വൻ സംരക്ഷണ മേഖല കൂടി ശരീഅത്തുൽ ഇസ്ലാമിനുണ്ട്. കാരണം അതിനെ തകർക്കാനും പരാജയപ്പെടുത്താനും കച്ചകെട്ടി ഇറങ്ങി വരുന്ന മഹാതർക്കികന്മാരെ ഒരക്ഷരം മൊഴിയാടാൻ കഴിയാതെ നിശബ്ദരാക്കി വായടപ്പിച്ചു വിട്ടിട്ടുണ്ട് ഖുർആനു ഷരീഫ്. മാത്രമല്ല വക്കം ഹസമൽ ബുർഹാനു, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് പരാജയപ്പെടുത്തിയത് മിൻ ഹസിബി, കടുത്ത എതിരാളികളെ. ഖുർആൻ ഒന്ന്, അതിന്റെ പുറമെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും പ്രകടമായ മറ്റ് ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഖുർആനുണ്ട്, ഖുർആൻ സ്വന്തം തന്നെ മതി, അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിനെതിരിടാൻ വരുന്ന മുഴുവൻ ആളുകളെയും അത് നിശബ്ദരാക്കുന്നു എന്നതിന് പുറമെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെയും അവിടുത്തെ ശരീഅത്തിന്റെ അജയ്യതയുടെയും മേൽ അറിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇസ്ലാമിനെ, പരിശുദ്ധ ശരീഅത്തിനെ എതിർക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുമാറുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ അതുകൊണ്ട്. അപ്പൊ 3 നിലക്കായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് മുഅ്ജിസത്താവുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. അതോടുകൂടി ഖുർആനു ഷരീഫ് എന്ന് പറയുന്ന സ്വന്തം നിലയ്ക്ക് തന്നെ മുഅ്ജിസത്താവുന്ന മഹത്തായ ദൃഷ്ടാന്തവും. ഇവ കൊണ്ട് ശത്രുക്കളുടെ എല്ലാ മുന്നേറ്റത്തെയും തകർത്ത് തരിപ്പണമാക്കി നിശബ്ദരാക്കി അടക്കി ഒതുക്കി നിൽക്കുന്നു. അതോടുകൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദും നദറത്തും ലഭിക്കുന്നു. എത്ര ദൃഷ്ടാന്തങ്ങൾ, എത്ര തെളിവുകൾ, എണ്ണി പറയേണ്ട ആവശ്യമില്ല. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വത്തദീബി ഫിൽ യുതുമി. എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, എണ്ണി പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട. കഫാക്ക, നിനക്ക് ദൃഷ്ടാന്തമായി മതി. എന്ത് മതി? ബിൽ ഇൽമി, ബാഗ് സായിദാണ്, ഇനി സൂര്യന് തർക്കീബിച്ചാൽ ബാഗ് സായിദാണ്, കഫന്റെ ഫായിലാണ് ഇൽമ്. കഫാക്ക ബിൽ ഇൽമി, ഇൽമ് മാത്രം മതി നീ ചിന്തിക്കുകയാണെങ്കിൽ. എവിടെയുള്ള ഇൽമ്? ഫിൽ ഉമ്മി, അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നും അത്ഭുതകരമായ ഇൽമ്, അത് മാത്രം മതി. മുഅ്ജിസത്തൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ മേൽ അറിയിക്കുന്ന മുഅ്ജിസത്തായിട്ട്. എത്രയോ മുഅ്ജിസത്തുകളുണ്ട്. അതിൽ ഒറ്റൊരു കാര്യം മതി, രണ്ടാമതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ? ഒരു അധ്യാപകനെ സമീപിക്കുകയോ ഒരു സ്കൂളിൽ പോവുകയോ ഒരു അക്ഷരാഭ്യാസം നടത്തുകയോ ചെയ്യാത്ത കേവലം ഒരു സാധാരണ മനുഷ്യൻ എന്ന് തോന്നിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു മഹാവ്യക്തിത്വം എന്ന് പറഞ്ഞു വാബി അറിഞ്ഞേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ എന്ന് പറയണ്ട. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വരികയാണെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? സ്വന്തം പേര് എഴുതാൻ അറിയില്ല. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ബസ്സിന്റെ ബോർഡ് നോക്കിയിട്ട് ഈ സ്ഥലം മനസ്സിലാക്കാൻ കഴിയില്ല. കാശ് കയ്യിൽ കിട്ടിയത് എത്ര രൂപയാണെന്ന് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഉമ്മിയ്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, ഒരു വിദ്യാലയത്തിൽ പോയിട്ടില്ലാത്ത ഒരു മഹാവ്യക്തിത്വം, ആ വ്യക്തിത്വം ഇഹത്തിലും പരത്തിലും മനുഷ്യന് ആവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രവും വിളനിലവുമായി മാറിയെങ്കിൽ അതുപോലെ മുഅ്ജിസത്തായിട്ട്. അത് തന്നെ ഇന്നത്തെ IT യുഗത്തിലല്ല, ഫിൽ ജാഹിലിയ്യ. അത് പ്രത്യേകമുണ്ട്. ഉമ്മിയാകുക എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണെങ്കിലും ഓനൊരു 5 കാശിനും പറ്റൂല, അക്ഷരാഭ്യാസം ഇല്ല, ലോകം തിരിയില്ല, അവനെ കൊണ്ട് എന്ത് ചെയ്യാനാ കഴിയ? എന്നാൽ ഇന്നത്തെ കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും ഈ വിജ്ഞാന വിസ്ഫോടനം എന്ന് പറയുന്ന ഈ IT യുഗത്തില് ഇന്നിപ്പോ സ്കൂളിൽ പോയില്ല, ഒരു അധ്യാപകനെ സമീപിച്ചില്ല എങ്കിലും വിജ്ഞാനം സമ്പാദിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാരണം ധാരാളം പണ്ഡിതന്മാർ ലോകത്തുണ്ട്, വിദ്യ പ്രചരിപ്പിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവപ്പെട്ടിട്ടും അറിവ് നേടാൻ മാർഗമുണ്ട്. എന്നാൽ
അന്ന് അങ്ങനെയല്ല, അന്ന് ജാഹിലിയത്താണ്. അറിവില്ലായ്മയുടെ ലോകം എന്ന് പറയുന്ന അന്ധകാരയുഗം എന്ന് ലോകം പരിചയപ്പെടുത്തിയിരുന്ന ഇരുട്ട് നിറഞ്ഞ ജാഹിലിയത്തിന്റെ യുഗത്തിൽ അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിത്വത്തിൽ നിന്ന് സർവലോകത്തെയും അമ്പരപ്പിച്ച് തലകുനിച്ച് ലോകാവസാനം വരെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ വിജ്ഞാനത്തിന്റെ വിളനിലമായി ആ ഹബീബ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു എന്നൊരൊറ്റ കാര്യം മതി മജ്‌ദത്ത്, വേറെ ഒന്നും വേണ്ട. രണ്ട് കാര്യം വേണം. ഉമ്മിയാണ് എന്നത് മാത്രം ചിന്തിച്ചാൽ പോരാ, ആ കാലത്താണ് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള വിജ്ഞാനം എന്നത് തീരെ അപരിചിതമായിരുന്ന, എവിടെയും അതിന്റെ വെളിച്ചങ്ങൾ കാര്യമായി ലഭിച്ചിട്ടില്ലാത്ത അറിവില്ലായ്മയുടെ ഇരുട്ടുമൂടിയ ഒരു ലോകത്ത് അതോടുകൂടി വിദ്യാലയത്തിൽ പോയി ഒരു അധ്യാപകന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിട്ടില്ലാതിരിക്കുകയും ചെയ്താൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അങ്ങനെ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അൽഇൽം എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായി എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും ഉൾക്കൊള്ളുന്ന അറ്റമില്ലാത്ത, വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഇൽമ്. ഇനി അതിന്റെ മേലെ വേറെ എന്ത് മൊയ്‌സത്താ വേണ്ടത്? അനാഥത്വം ഉള്ളതോടുകൂടി അങ്ങേ അറ്റത്ത സൽഗുണ സമ്പന്നനായി തീരുക എന്നതും മൊയ്‌സത്തായിട്ട് മതി. രണ്ട് മൊയ്‌സത്ത്, ഇത് ഓരോന്നും തന്നെത്താൻ സ്വയം മതിയായതാണ്. അതായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭം 2 മാസമായ സമയത്ത് തന്നെ ആദരണീയരായ അവിടുത്തെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. ഒരു നോക്ക് ആ കുഞ്ഞി കണ്ണുകൊണ്ട് സ്വന്തം പിതാവിനെ ഒന്ന് കാണാനോ ഒന്ന് ഉപ്പ എന്ന് വിളിക്കാനോ ഭാഗ്യം ലഭിക്കാതെ ഇഹലോകവാസം വെടിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മ എന്ന് വിളിച്ച് ആ കോന്തലയിൽ പിടിച്ച് ഓടി നടക്കേണ്ട പ്രായമായപ്പോൾ 5-ാം വയസ്സിൽ അല്ലെങ്കിൽ 6-ാം വയസ്സിന്റെ തുടക്കത്തിൽ മഹദിയായിരിക്കുന്ന എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിരുന്ന ആ മഹദിയായ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവർകളും ഇഹലോകവാസം വെടിഞ്ഞു. പിന്നെ കൂടപ്പിറപ്പുകളായി മറ്റാരുമില്ല. പിന്നെ സർവാത്മന തന്നെ അങ്ങേയറ്റം ജീവന് തുല്യം സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത പ്രിയപ്പെട്ട പിതാമകൻ 8-ാം വയസ്സിൽ മഹാനവറുകളും പിരിഞ്ഞു. പിന്നെ വാപ്പയില്ല, ഉപ്പാപ്പയില്ല, ഉമ്മയില്ല, പെങ്ങളില്ല, ജ്യേഷ്ഠനില്ല. അങ്ങനെ തന്നെ സംരക്ഷിക്കാനും തനിക്ക് അറിവ് പഠിപ്പിക്കാനും വേണ്ട ആരുമില്ല. സാധാരണ തന്നെ യത്തീം കുട്ടികളിൽ പ്രത്യേക സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ അച്ചടക്കരാഹിത്യവും കുറ്റവാസനയും സ്വഭാവദൂഷ്യവും വർദ്ധിക്കും. അത് മനഃശാസ്ത്രപരമായി തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്തീമിന് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞത്. സ്നേഹം എന്നത് അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും അച്ചടക്കത്തിനും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഒരു യത്തീം കുട്ടിയെ കണ്ടാൽ ആ യത്തീം കുട്ടിയെ അടുത്ത് നിർത്തി തന്റെ ഇടത് കൈ കൊണ്ട് ആ കുഞ്ഞിന്റെ തലയിലൊന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടു കൂടി തടവിക്കൊടുത്താൽ ആ കുഞ്ഞിന്റെ തലയിൽ നിന്ന് എത്ര മുടിയാണോ തന്റെ കയ്യിൽ സ്പർശിച്ചത് അത്രയും ദോഷം പൊറുക്കപ്പെടും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ പലരും അത് ചെയ്യാറില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, പലർക്കും അത് അറിഞ്ഞുകൂടാ. അതായത് യത്തീമിന് നമ്മൾ ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് മാത്രം പോരാ. യത്തീം കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല, മറിച്ച് തന്റെ വാത്സല്യനിധിയായ പ്രിയ പിതാവാണ് ഒരു യത്തീം കുട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ടത് കാരണം ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് വലിയ ആഘാതമാണത്. വേണ്ടത്ര മറ്റു കുട്ടികളെ പോലെ മാനസിക വളർച്ച എത്താൻ സാധ്യമല്ല. മാനസികമായ പല വൈകല്യങ്ങൾക്കും അത് കാരണമായേക്കും. അതോടുകൂടി അച്ചടക്കരാഹിത്യവും അതുപോലെ തന്നെ എന്തോ ഒരു പ്രതികാര ബുദ്ധിയും അത്തരം കുട്ടികളിൽ ഉണ്ടാവും. അതില്ലാതെയാക്കിയെടുക്കാൻ സ്വന്തം മക്കളെ പോലെ സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചു നിർത്തി ഒന്ന് തലോടിക്കൊടുക്കുക, കുഞ്ഞിന്റെ തലയിലും പുറത്തു ഒന്ന് തലോടിക്കൊടുക്കുക. അത് നഷ്ടപ്പെട്ട പിതാവിന്റെ വാത്സല്യം ആ കുട്ടിക്ക് ഒരു അളവോളം കൊടുക്കാൻ സഹായകമാവും. അപ്പോ ആ നിലക്ക് ഒരു രക്ഷിതാവില്ലാതെ വളർന്നാൽ പൊതുവെ സ്വഭാവദൂഷ്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും
അച്ചടക്കരാഹിത്യവും ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു? നോക്കണ്ട്. എന്തുകൊണ്ട് ആ ഹബീബിന് ബാപ്പനെ തന്റെ നുബുവത്ത് വരെ ബാപ്പ ജീവിച്ച് ബാപ്പയുടെ സ്നേഹവും പരിലാളനയും സംരക്ഷണവും എല്ലാം ലഭിച്ച് നല്ല നിലക്ക് വളർന്നുകൂടെ? അത് വന്നുകൂടാന്ന് അള്ളാഹുവിന്റെ തീരുമാനം. എന്തുകൊണ്ടറിയോ? അങ്ങനെ വന്നാൽ ശത്രുക്കൾ പറയും, അതാ ബാപ്പാന്റെ മെച്ച, അദ്ദേഹം അത്ര വലിയ ശ്രദ്ധ കുട്ടിയിൽ കൊടുത്തിരുന്നു, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ നന്നായി തീർന്നത്. ഇനി വാപ്പയില്ലെങ്കിലും ചില ഉമ്മമാരുണ്ട്, നല്ല സ്നേഹവും വാത്സല്യവും കൊടുത്ത് വേണ്ട ശിക്ഷണവും സംരക്ഷണവും കൊടുത്ത് കുഞ്ഞിനെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്ന മഹതികളായ പല ഉമ്മമാരും ഉണ്ട്. അങ്ങനെ മഹതിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ദീർഘകാലം ജീവിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയും, ആ ഉമ്മ വല്ലാത്തൊരു ഉമ്മയാണ്, ആ ഉമ്മന്റെ ഗുണാണ്, അവരുടെ ശ്രദ്ധയാണ്, അവരുടെ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ആ കുട്ടിയുടെ പരിപാലനമാണ് അത്ര നല്ല അച്ചടക്കും അതുപോലുള്ളതാക്കിയത്. അങ്ങനെയും പറയണ്ട. അതുകൊണ്ട് ഉമ്മാനെ എടുത്ത് ഉപ്പാപ്പാനെ എടുത്ത് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ടുള്ള സംരക്ഷണയിലാണ് വളർന്നതെന്നും സൃഷ്ടികളിൽ ഒരാളുടെയും കൈകടത്തലുകളോ സ്വാധീനങ്ങളിലോ അതിലില്ല എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതോ ഒരു തലതിരിഞ്ഞ ഒരു പൊട്ടം വഹാബി പറഞ്ഞതുപോലെ അത് ലക്ഷണക്കേടാണ് എന്ന് അയാൾ പറഞ്ഞ് ഗർഭം ആയപ്പോ തന്നെ വാപ്പ പോയി, പിന്നെ ഓടിപ്പാഞ്ഞ് ഇറക്കാനായപ്പോ ഉമ്മ പോയി, പിന്നെ വല്യാപ്പ ഏറ്റെടുത്ത വല്യാപ്പ പോയി, തൊട്ടൊക്കെ തുറക്കുക എന്ന് പറയുന്ന ജാഹിലിന് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ശത്രുത കൊണ്ടോ പറയുന്നതാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, എന്തേ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലും ബാഹ്യമായി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കെ എല്ലാം തികഞ്ഞ സൽഗുണ സമ്പൂർണനായ ഒരു മഹാവ്യക്തിത്വമായി വളർന്നു വരുന്നതിൽ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് ആ കാരുണ്യവും നേരിട്ട് നിയന്ത്രിച്ചതാണ് എന്ന് ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടുന്ന് തന്നെ പറഞ്ഞും ചെയ്തു. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഈ സ്വഭാവശുദ്ധിയും അതുപോലെ തന്നെ ഈ സൽഗുണ സമ്പന്നതയും ഒരു മനുഷ്യരിൽപ്പെട്ട ഒരു വ്യക്തിക്കും അതിൽ യാതൊരു സ്വാധീനവും ഇല്ല. നേരിട്ട് എന്റെ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ എന്നെ അദബ് പഠിപ്പിച്ചു, അവൻ സംസ്കാര സമ്പന്നനാക്കി. ഫഅഹ്സന തഅദീബി. അള്ളാഹുവിന്റെ പടപ്പുകളിൽ സൽഗുണ സമ്പന്നരായ ഏറ്റവും മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ നേതാവാക്കി ഏറ്റവും വലിയ അദബിന്റെ ഉടമയാക്കി എന്നെ അള്ളാഹു തമ്പുരാൻ മാറ്റി. ഈ അദബിലും സംസ്കാരത്തിലും പടപ്പുകളുടെ സ്വാധീനവുമില്ല, ഇത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള സംരക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തു മതി? കഫാക്ക ബിൽ ഇൽമി, ഇൽമ മാത്രം മതി നിനക്ക്. ഫിൽ ഉമ്മി, അക്ഷരാഭ്യാസം ലഭിക്കാത്തൊരു വ്യക്തിയിൽ മൊയ്ജിസത്തായിട്ട് അത് മാത്രം മതി. അതിന് ഏത് കാലത്ത് ഫിൽ ജാഹിലിയത്തി, അറിവില്ലായ്മ കൊടികുത്തി വാണിരുന്ന അന്ധകാര യുഗത്തിൽ ഒരു വ്യക്തി ഉമ്മിയായി ജീവിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മഹത്തായ ഇൽമ മാത്രം മതി അവിടുത്തെ മൊയ്ജിസത്തിന്റെ തെളിവായിട്ട്. മാത്രമല്ല സമ്പൂർണ്ണ അനാഥത്വം അനുഭവപ്പെട്ടപ്പോൾ അതിമഹത്തായ സൽഗുണ സമ്പന്നതയുടെ സ്വഭാവശുദ്ധിയുടെ ഉടമയായി വളർന്നതും മതി അവിടുത്തെ മൊയ്ജിസത്തായിട്ട്. ഇനി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള മുനാജാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കുഞ്ഞിന്ന് കിടക്കണോ? ഏതായാലും നാളത്തെ ഒരു ഒത്തുകൊണ്ട് തീരൂല, പിന്നൊരു ഒത്തിനോട് ഉണ്ട്. അതെന്നോട്ടെ. കാമ്പടി ഉസ്താദോടെ പാടിയിട്ടുള്ളൂ. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളത് അടുത്ത മറ്റൊരു ഫസലാണ്. ആ ഫസൽ ഇൻഷാ അല്ലാഹ് നാളെ ഓതിയിട്ട് മുനാജാത്ത് ലാസ്റ്റ്, പിന്നെ അടുത്ത ആഴ്ച തുടങ്ങി വെക്കാം. എന്നാൽ ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ആയിട്ടില്ല, ആവശ്യമായ വിശദീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും അതിനത്രല്ലേ അറിയുള്ളൂ. അറിവുള്ളവനല്ലേ അവനാന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും ആട്ടെ, ജുഹദുൽ മുഖിൽ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് പൂർത്തിയാക്കി
ആ ഹബീബിന്റെ ഷഫാഅത്ത് ലഭിക്കാൻ സബബാക്കി തീർത്ത് കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി തൽക്കാലം നിർത്തുകയാണ്. കാമ്പടി ഉസ്താദില്ലേ? ഉണ്ട് താഴത്തുണ്ട്. ഒന്ന് വെറ്റിലിക്കാൽ ഉസ്താദ്, എന്നിട്ട് മതിയാക്കാം നമ്മള്. ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوب من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا رسول الله أجرنا يا حبيب الله أغثنا يا رسول الله أجرنا يا حبيب الله أغثنا يا رسول الله مجيري الغوث رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഉസ്താദ്, ഞാൻ ചോദിക്കുന്നത്, ഈ റഫീഖുൽ ആല എന്ന ഈ പദവി റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമേ എത്താൻ പറ്റുമോ, അതല്ല ഔലിയാക്കൾക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് റഫീഖുൽ ആല എന്നുള്ളതൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഫീഖുൽ അഅല എന്നത് ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങൾ, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് മഹബത്ത് വെച്ച് ജീവിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞില്ലേ, ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല പ്രത്യേകമായ നിഅമത്ത് ചെയ്തവരുടെ കൂട്ടത്തിലാണ്. മിനൻ നബിയ്യീന, ആ നിഅമത്ത് ചെയ്തവരാണ് നബിമാര്, ശുഹദാ, സ്വാലിഹീൻ. എന്നിട്ട് അല്ലാഹു തആല ലാസ്റ്റ് പറയുന്നു വഹസുന ഉലൈക റഫീഖ, ആ പറഞ്ഞ മഹാന്മാരാണ് ഏറ്റവും ഉത്തമന്മാരായ റഫീഖുകൾ എന്ന്. അതാണ് റഫീഖുൽ അഅല. ഈ റഫീഖുൽ അഅലയിലെ ലീഡർ സ്ഥാനമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ പ്രത്യേകമായ മഹബത്തിന്റെ, മനുഷ്യന് ഈ ദുനിയാവിൽ നിന്നിട്ട് ഊഹിച്ചെത്താൻ പറ്റാത്ത ഒരു പ്രത്യേകമായ ദറജ, ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു പദവി, ആ പദവിയിൽ ഇരിക്കുന്നതിനാണ് റഫീഖുൽ അഅല എന്ന് പറയുന്നത്. ആ പദവിയിൽ ബഹുമാനപ്പെട്ട അമ്പിയാക്കളുണ്ട്, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കന്മാരുണ്ട്, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുണ്ട്. ഇങ്ങനെ അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും ഔലിയാക്കന്മാരും ഉൾക്കൊള്ളുന്ന റഫീഖുൽ അഅല. ആ റഫീഖുൽ അഅലയുടെ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ പ്രത്യേകത റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനുമായിട്ടുള്ള പ്രത്യേകമായ മഹത്വത്തിന്റെ, സ്ഥാനത്തിന്റെ, പദവിയുടെ സാമീപ്യമാണ്. അല്ലാതെ സ്ഥലകാലത്തിന് അതീതനായ റബ്ബിലേക്ക് സമീപിക്കുക എന്ന് പറയുമ്പോൾ റബ്ബിന്റെ അടുത്തെത്തുക എന്ന് പറഞ്ഞ സ്ഥലകാല ബന്ധമല്ല, മറിച്ച് മഹബത്ത് കൊണ്ടും സ്ഥാനം കൊണ്ടും
പദവി കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം ലഭിക്കുന്ന മഹത്തായ ഒരു പദവിയാണ്. ആ പദവിയുടെ ലീഡർ സ്ഥാനമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലീഡർഷിപ്പ് അംഗീകരിച്ചുകൊണ്ട് അവിടത്തെ കീഴിൽ മറ്റമ്പിയാക്കളും അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളും ശ്രോതാക്കന്മാരും സ്വാലിഹീങ്ങളും ഉൾപ്പെടുന്ന ഒരു മഹാ സംഘമാണ് റഫീഖുൽ അഅല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ ഉമ്മിയത്തിന്റെ വിഷയത്തിൽ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ ഈ ഉമ്മിയത്തിനെ? നമുക്കും നമ്മളെ വിവരമില്ലാത്ത അവരെ സംബന്ധിച്ച് ഉമ്മി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി എന്ന് പറയുന്നത് ഒരുപോലെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതെന്ത് ചോദ്യാ സൂര്യ? അതൊരു ചോദ്യം തന്നെ അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മിയത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. ശരിയല്ലേ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ധാരാളം മുഅ്ജിസത്തുകൾ കൊടുത്ത കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു മുഅ്ജിസത്താണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയാണ് എന്നത്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഐബ്, പോരാത്തരങ്ങളിൽ വെച്ചുള്ള ഏറ്റവും വലിയൊരു പോരാത്തരമാണ് ഒരാൾ ഉമ്മിയാണ് എന്ന് പറയുന്നത്. ഏത് ഒരു സ്വന്തം പേര് പോലും എഴുതാത്ത ഒരാളോടാണെങ്കിൽ പോലും നീ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ഇഷ്ടപ്പെടൂല. ശരിയല്ലേ? അപ്പൊ അതൊരു ഐബാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉമ്മിയത്ത് എന്ന് പറയുന്നത് ഒരു മുഅ്ജിസത്താണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഉമ്മിയാവുക എന്ന് പറയുന്നത് ഒരു ഐബാണ്. അതിന്റെ കാരണം എന്താ? മറ്റുള്ളവരിൽ ഉമ്മിയാണ് എന്ന് പറഞ്ഞാൽ അവനൊന്നും അറിയാത്ത സംസ്കാര ശൂന്യനാണ് എന്ന് വരും. അതേസമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാങ്കേതികമായ അക്ഷരാഭ്യാസമില്ലാതെ ലോകത്ത് മുഴുവനും അമ്പരപ്പിച്ച മഹാവിജ്ഞാന സാഗരമായി ഈ ലോകത്ത് വരുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവിധ ബുദ്ധിജീവികളുടെയും വിദ്യാഭ്യാസ വിചക്ഷണരുടെയും അത്ഭുത കേന്ദ്രമായി നിലകൊള്ളുന്ന അത്രയും വലിയ വിജ്ഞാനത്തിന്റെ മഹാസാമ്രാജ്യമായി എന്നത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മിയത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. മറ്റുള്ള സാധാരണക്കാരായ നമ്മളെ പോലത്തവർ അങ്ങനെയല്ല. നമ്മൾക്ക് പഠിക്കാനുള്ള മാർഗം നിയമപരമായി ഒരു അധ്യാപകനെ സമീപിക്കുക, അക്ഷരാഭ്യാസം നേടുക, എന്നിട്ട് വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി നേടുക. അതിന് വിപരീതമായി ഉമ്മിയാവുമ്പം അവനൊന്നിനും കൊള്ളാത്ത സംസ്കാരശൂന്യനും അതുപോലെ തന്നെ വിവരം കെട്ടവനുമായി നിൽക്കുക എന്ന് പറയുന്ന ഐബ് വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മിയത്ത് മുഅ്ജിസത്താണ്. അത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. മറ്റുള്ളവരുടെ ഉമ്മിയത്ത് എന്ന് പറയുന്നത് അത് ഐബാണ്, പോരാത്തരവുമാണ്.